Hi friends, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാർക്ക് എങ്ങനെയാണ് ആ ഓയിലി സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ കുരുക്കളും പാടുകളും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് മാത്രമല്ല കേട്ടോ, ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്ക് ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചിരിക്കാമെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു 10 മിനിറ്റ് വരെ വെച്ചാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പാലോ തൈരോ ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആര്യവേപ്പിലയാണ്. ഇത് ആയുർവേദ ഔഷധക്കൂട്ടുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് ആര്യവേപ്പില. ആര്യവേപ്പില നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ആര്യവേപ്പിന്റെ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല നമുക്ക് പറിച്ചെടുത്തതിന് ശേഷം തണലിൽ ഉണക്കിയെടുത്ത് നമുക്കത് പൊടിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആര്യവേപ്പിലയുടെ പൗഡർ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആര്യവേപ്പിൻ്റെ അകത്ത് നിറയെ ആന്റി-ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഡീപ്പായിട്ട് ഒരു ക്ലീനിങ് നടക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ കുരുക്കളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് വളരെയേറെ കുറഞ്ഞു കിട്ടും. ആര്യവേപ്പില പതിവായിട്ട് നമ്മുടെ സ്കിന്നിന് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ആര്യവേപ്പില എല്ലാത്തരം ചർമ്മ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും നല്ലതാണ്. ഇപ്പൊ ചെറിയ ചെറിയ കുരുക്കളൊക്കെ നെറ്റിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറാനും, ഇപ്പൊ താരൻ മൂലമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറിക്കിട്ടാനും നമുക്ക് ആര്യവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആര്യവേപ്പില ഉപയോഗിച്ച ഒരു കിടിലൻ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ഫേസ് പാക്ക് മാത്രമല്ല, ഇത് ഒരു ഹോം റെമഡി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ കുരുക്കളും പാടുകളും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയൊരു നുറുങ്ങു വിദ്യയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ അകത്ത് നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള അത്ര ജീരകവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ജീരകവെള്ളം വളരെ നല്ലതാണ്. സ്കിൻ ഗ്ലോ ആകാനും പിമ്പിൾസ് മാറാനും എല്ലാത്തിനും വളരെ നല്ല ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പും ജീരകവെള്ളം ഫേസിൽ അപ്ലൈ ചെയ്ത്, നിങ്ങൾക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് ജീരകവെള്ളം വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ അപ്പോൾ ഞാൻ ഡെയിലി ഇത് കഴിക്കുന്നത് കൊണ്ട്, അപ്പോൾ ജീരകവെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ഫേസ് പാക്കുകളിലും അതുപോലെ തന്നെ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക, ആ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് മാത്രം ഇട്ടാൽ പോലും നല്ല ഒരു ഗ്ലോ ഫേസിന് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗുണം മാത്രമല്ല, നമ്മുടെ ഈ പിമ്പിൾസ് പോകാനും ഒക്കെ വളരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ജീരകവെള്ളം ഇവിടെ എടുത്തിരിക്കുന്നത്. ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും നമുക്ക് ലൈം ജ്യൂസിന് പകരമായിട്ട് പാലോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ശരീരത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറി ഫേസ് ഒന്ന് ക്ലീൻ ആകാനായിട്ട് ഈ ഫേസ് പാക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആണ്. മിക്കവാറും എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളതായിരിക്കും. ഇപ്പൊ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ആര്യവേപ്പിലയുടെ പൊടി ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പില അരച്ച് എടുത്താലും മതി. കല്ലിൽ അരച്ചെടുക്കുകയോ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയോ ചെയ്താലും മതി. അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലെ കുരുക്കളും പാടുകളും ഒക്കെ നന്നായിട്ട് തന്നെ മാറി കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.